ഫേക്ക് ആയിട്ടുള്ള ജർമ്മൻ ഏജൻസിനെ പറ്റി ആകെ ഉണ്ടാകുന്ന ഈ മുസ്ലിംസ് ഇതാണ് ആരും എടുത്ത് ചാടരുത്. കാരണം അതിൽ അര മാർക്കിനാണ് ഇതുപോലെ മെസ്സേജ് അയച്ചത്, സാർ ഒരു മാർക്ക് ഞാൻ എന്താ ചെയ്ത്, അങ്ങനെ എൻ്റെ പേഴ്സണൽ ചാറ്റാണ്, എൻ്റെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി ഞാൻ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞു എന്നുള്ളൊരു ഇത് വേണ്ട. ഞാൻ ചോദിച്ചതാണ് അവരോട്, എനിക്ക് എത്ര വേഗം ഇൻ്റർവ്യൂ വേണം, അതല്ലെങ്കിൽ എനിക്ക് റീഫണ്ട് എനിക്ക് തിരിച്ചു പിടിക്കും. എല്ലാം ഒരു ബിസിനസ്സാണ്. ഹായ്, ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള ജർമ്മൻ ഏജൻസിനെ പറ്റി. ഇപ്പം എൻ്റെ ഒരു റിലേറ്റീവ് വഴി ഒരു ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. കോമൺ ആയിട്ട് ഞാൻ ഒരു ലീഗൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അയച്ചിട്ട് 2 ദിവസം ആയതേ ഉള്ളൂ. അതിന് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. ഇനി റിപ്ലൈ ഒന്നും വന്നിട്ടില്ലെങ്കിൽ അത് കൺസ്യൂമർ കോർട്ടിൽ കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഏജൻസി ഉണ്ട്. നിങ്ങളെങ്കിലും ഇത് പുതിയതായിട്ട് ജർമ്മൻ ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരായിക്കോട്ടെ, അല്ലെങ്കിൽ ക്യാഷ് ഇപ്പോൾ കൊടുത്ത് പോകാൻ വേണ്ടിയുള്ള ഇതിൽ നിൽക്കുന്ന പിള്ളേരായിക്കോട്ടെ, നിങ്ങൾക്കെങ്കിലും ഇത് വരാണ്ടിരിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. എനിക്ക് ഈ വീഡിയോ ഒന്ന് എത്ര വേഗം ഇട്ടാൽ മതി, കാരണം ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഫസ്റ്റ്ലി എല്ലാവരെ പോലെ തന്നെ എൻ്റെ ഒരു ഡ്രീമായിരുന്നു ജർമ്മൻ പഠിച്ച് ജർമ്മനി പോയി സെറ്റിൽ ആവുക എന്നുള്ളത്. കൂടുതലും പേര് ഇപ്പോൾ സ്റ്റൈപ്പൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ആണ് എടുക്കുന്നത്. സോ എനിക്ക് പറയാനുള്ളത്, ജർമ്മൻ്റെ ഈ പഠിക്കാൻ വേണ്ടി പോകുന്നവരാണെങ്കിൽ, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് റിസർച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാനാണെങ്കിലും മുമ്പോട്ടാണ്. അതുപോലെ ഇതേപോലെ ഒരു കുട്ടി അവിടെ പ്രോസസ്സിങ്ങിന് ചെയ്യാനിരുന്നപ്പം ഇതേപോലെ ഗ്രൂപ്പിൽ ചോദിച്ചപ്പോൾ നല്ല നെഗറ്റീവ് കേട്ടപ്പോൾ അവരോട് ഡയറക്റ്റ് അത് ചോദിച്ചു. അവരോട് തന്നെ ചോദിച്ചു, ഇതേപോലെ ഗ്രൂപ്പിലിട്ടപ്പം ഇത്രയും പേര് നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ്, കാരണം അതേപോലെ നെഗറ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും വന്നിട്ട് ഇന്റർവ്യൂ കിട്ടുന്നില്ല, അവിടെ പെട്ടിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സംസാരം വന്നപ്പോൾ ഇതിന് കഷ്ടം തോന്നി ഇത് ഡയറക്റ്റ് ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണ് ഇത്. സത്യം പറഞ്ഞാൽ ഇത് ചോദിച്ചപ്പോൾ അവർ ടോണേ മാറി എന്ന് പറഞ്ഞു. ആദ്യം ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര ഇതോടുകൂടിയൊക്കെ ആയിരുന്നു. ഇത് ചോദിച്ചപ്പോൾ അവരുടെ ടോണേ മാറി, വേണമെങ്കിൽ കൊടുത്താൽ മതി എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. ജർമ്മൻ പഠിക്കാൻ കയറുന്നവർക്ക് ആകെ ഉണ്ടാകുന്ന ഈ മുസ്ലിംസ്. കാരണം ഇപ്പം ഇൻ്റർവ്യൂവിലാണെങ്കിൽ നിസ്സാര കാര്യം പറഞ്ഞാണ് കൊടുക്കുന്നത്. ചിരിച്ചു, ചിരിച്ചില്ല, നോക്കി, അവിടെ നോക്കി, ആരോ പറഞ്ഞു കൊടുക്കുന്നു, ഇങ്ങനെ പറയുന്നു, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ റീസണിലാണ്. കാരണം അവർക്ക് ഇത്ര പിള്ളേരെ മതി. പക്ഷെ അവർ ഇത്ര പിള്ളേരെ എന്താ പറയുക ഇൻ്റർവ്യൂ നടത്തും. ഒരുപാട് ഇതിൻ്റെ പുറകെ നടക്കാനുള്ള ഒരുപാട് സ്ട്രെസ് നമുക്കുണ്ട്. എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് ഈ ഒരു ഡ്രീമുമായിട്ട് നിൽക്കുന്നുണ്ട്. അവരെ നിരുത്സാഹപ്പെടുത്താനല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനിയെങ്കിലും നിങ്ങൾ ഈ ഒരു ഏജൻസീസ്, ബാക്കിയുള്ള എനിക്കറിയില്ല, എനിക്കും എൻ്റെ ഫ്രണ്ട്സിനെ പറ്റി ഈ ഒരു ഏജൻസിയിൽ നിങ്ങൾ പെടരുത് എന്നെനിക്കൊരു ആഗ്രഹമുള്ളൂ. അത്രയും ചെറ്റ പരിപാടിയാണ് അവർ കാണിച്ചത്. പ്രശ്നം, നമുക്ക് സാർ ഇന്റർവ്യൂ തരുന്നുണ്ട്, പക്ഷേ നമ്മൾ പാസ്സായി എന്ന് പറയുകയും ചെയ്യും. ഒന്നെങ്കിൽ പറയും വിസ കൺഫർമേഷൻ ആയിട്ടില്ല, അങ്ങനെ പറയും, അല്ലെങ്കിൽ പാസ്സായി എന്ന് പറയും, പക്ഷേ സെലക്ട് ചെയ്യുന്നില്ല, കോൺട്രാക്ട് ഒന്നും വരുന്നില്ല. അങ്ങനെയാണ്. ഇന്നലെ പക്ഷേ ആ പറഞ്ഞതിൽ എത്ര 3-4 പേർക്ക് ഒക്ടോബറിലേക്ക് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഏജൻസിക്കാരും പറയുന്നത് മെയ് വരെ ഇന്റർവ്യൂ ഉണ്ടെന്നാണ് പറയുന്നത്, സെപ്റ്റംബർ ഇൻടേക്കിന്റെ. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. പിന്നെ അപ്പോൾ എൻ്റെ കൂട്ടുകാരി പറയുന്നു, അവളും ഇപ്പോൾ കുറേ അറ്റൻഡ് ചെയ്തു, അതിലെല്ലാം പാസ്സാവുന്നുണ്ട്, പക്ഷേ വേറെ കോൺട്രാക്ട് വരുന്നില്ല. അപ്പോൾ അവളും പറയുന്നു, ഈ എംപ്ലോയേഴ്സിന് നമ്മളെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ എംപ്ലോയേഴ്സ് ഇപ്പോൾ ഇത്ര സ്റ്റുഡൻസിനെ വേണമെന്ന് പറയുമ്പോൾ നമ്മളെ അതിനകത്ത് ഇട്ടിട്ട് ഇപ്പം അവർ ഇത്ര ഒരു പേരെ സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മളെ അടുത്ത എംപ്ലോയറിന് അങ്ങോട്ട് കൊടുക്കുകയെന്ന് തോന്നുന്നത്. ഇന്നലെ സാർ എഴുതുന്നുണ്ടായിരുന്നല്ലോ, എന്താ ഗേൾസിനെ വേണം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് 15 പേരെ സെലക്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞല്ലോ ഇന്നലെ. ചിലപ്പോൾ ഇനി ആ ഇന്റർവ്യൂവിൻ്റെ ലിസ്റ്റിലായിരിക്കും ഉള്ളത്. ആദ്യം പറഞ്ഞു തന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ തന്നെ ഈ പഠിക്കണേൻ്റെ ഫേക്ക് ആയിട്ടുള്ള ഇതിനെ പറഞ്ഞ് തുടങ്ങട്ടെ. ഒരുപാട് സ്ഥലത്ത് നമുക്ക് ജർമ്മൻ പഠിക്കാൻ വേണ്ടി ഇത്ര നാളിനുള്ളിൽ നമ്മൾ പഠിച്ച് പാസ്സാകും, ഇത്ര നാളിനുള്ളിൽ പോകാമെന്ന് പറഞ്ഞ് ജർമ്മൻ്റെ നമ്മൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ആദ്യമായിട്ട് ചെല്ലുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒരു ദിവസം സംസാരിക്കും. പക്ഷെ അതിലൊന്നും വീഴരുത്. കാരണം എല്ലാവരും മനസ്സിലങ്ങനെ ഉണ്ടാവുമെങ്കിലും 1.5 ഇതിനുള്ളിൽ പഠിച്ച് പിന്നെ എക്സാം ക്രാക്ക് ചെയ്യാൻ തന്നെ എൻ്റെ അറിയാൻ ഇത്രേ ഉള്ളൂ. ഇത്ര ലക്ഷം രൂപ കൊണ്ട് നമുക്കിതെല്ലാം ഓക്കെ ആകും പോകാമെന്നൊക്കെ. ഇതൊക്കെ വെറുതെയാണ്. ആരും എടുത്ത് ചാടരുത്. എന്നോട് കുൽദീപ് സാറിൻ്റെ ക്ലാസ് കൊണ്ടാണ് 9K GST വാങ്ങുന്നതെന്ന് പറഞ്ഞില്ല കേട്ടോ. 9K GST ആയിട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിങ്ങനെ ടെക്നിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ആ ഒരു 9K വരെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നെങ്കിൽ ഇൻ്റർവ്യൂ പ്രൊവൈഡ് ചെയ്യണം. പ്രൊവൈഡ് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ പ്രശ്നമില്ല. എനിക്കിപ്പോൾ ഇൻ്റർവ്യൂ ഒന്നും കിട്ടിയിട്ടില്ല, അത് കുറച്ച് ക്ലാസ്സേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് വെറുതെ ആ പൈസ ഒരു പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം എനിക്കൊരു ഫ്രണ്ട്സിനും പറ്റിയത്, ഫസ്റ്റ് ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ വീഡിയോസിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞത് 1.25 സംതിങ് ആണ് നമ്മൾ A1 to B2 പഠിച്ചിറങ്ങി. അങ്ങനെ 3 മാസത്തോളം ഉണ്ട്. മറ്റുള്ള ഏജൻസി പോലെയല്ല, ഇവിടെ 3 മാസമാണ് ഒരു മൊഡ്യൂള് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 2 വർഷം അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വെറും ക്ലാസ്സിൽ, അതിപ്പോൾ മിക്കവർക്ക് അറിയാവുന്നുണ്ടെങ്കിൽ പറഞ്ഞ കുഴപ്പമില്ല, ഒരു ക്ലാസ്സിൽ 15-ാം തീയതി എന്തായിരുന്നു ഞങ്ങൾക്ക് ഫീസ് അടക്കേണ്ടി വന്നത്. 13-ാം തീയതി ആയിട്ടുള്ളൂ. അതിന് മുമ്പായിട്ട് അടക്കണമെന്ന്. ഞങ്ങളൊരു 15-ാം തീയതി ആയിട്ടില്ലല്ലോ, 15-ന് ഞങ്ങൾ ഫീസ് ബാക്കി കിട്ടാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇല്ല, ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങളെയും കുറച്ച് പിള്ളേരെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് പറഞ്ഞു
ഇല്ല നിങ്ങൾ 15 തീയതിക്ക് മുമ്പ് അടക്കണമെന്നാണ് പറഞ്ഞത്. 15 വരെ വെയിറ്റ് ചെയ്യണമെന്നല്ല, എല്ലാവരും നിങ്ങൾക്ക് ഒരു ദിവസം കൂടി തരാം, 14 തീയതി നിങ്ങൾ പൈസ അടക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ മിക്ക പിള്ളേർക്കൊന്നും പറ്റിയില്ല. എല്ലാവരും ഇവിടെ എന്തെയ്തെന്നറിയോ, ഇനി നിങ്ങൾ ഫീസായിട്ട് വരുമ്പോൾ 15 തീയതി ആയിക്കോട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ആയിക്കോട്ടെ, അപ്പം കയറിയാൽ മതിയെന്നും പറഞ്ഞ് ഇറക്കി വിട്ട ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഏജൻസി പോലും ഉണ്ട്. അവർക്ക് പൈസ, ഇതൊരു ബിസിനസ്സാണ്, പൈസ കൊടുത്തില്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം. അപ്പം പഠിക്കാൻ കയറുമ്പോൾ തന്നെ നല്ല നല്ല ഏജൻസിയിൽ പഠിക്കാൻ കയറാൻ ഒന്നാമത് ശ്രദ്ധിക്കുക. രണ്ടാമത് ഇനി ഞാൻ പരീക്ഷയുടെ കാര്യത്തിന്, അതിന് നമ്മൾക്ക് ട്രിവാൻഡ്രത്ത് എക്സാം എഴുതാണ്ടിരിക്കുക. കാരണം ടെൽക്കാണെങ്കിൽ പിന്നെ ഗോയത്തെ കിട്ടാൻ പാടാണ്. മിക്കത് ഇതേപോലെ തന്നെ മാർക്കിന് കളയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും ടെൽക്കിലേക്ക് പോകും. പക്ഷേ ഞാൻ ഈസിയിൽ എഴുതിയിട്ടില്ല, OST എഴുതിയിട്ടില്ല. ടെൽക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ട്രിവാൻഡ്രത്ത് വെറും ഒരു മാർക്കിനാണ് എൻ്റെ സ്പീക്കിംഗ് കളയുന്നത്. അതിൽ 1/2 മാർക്കിനാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ 135 മാർക്കാണ് 3 മൊഡ്യൂൾ പാസ്സാകാൻ വേണ്ടി 1/2 മാർക്കിനൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പറയും ഇത് ഞങ്ങളല്ലല്ലോ, അവരല്ലേ ചെയ്യുന്നതെന്ന് കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പറയുന്നുണ്ട്. അതിൽ ബാക്കി 3 ബോഡി ഞാൻ ഏറ്റവും ലാസ്റ്റ് സ്പീക്കിംഗ് ചെയ്യുന്നത്. കാരണം ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ ഏജൻസി 27 തന്നെ ഒരു എക്സാമിന് ഫുള്ള് പേയ്മെൻറ്റ് ചെയ്യണം. ഇതെല്ലാം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ അതിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. അങ്ങനെ മൊത്തം പേയ്മെൻറ്റ് അടപ്പിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സാമിൻ്റെ കാര്യമായി പഠിക്കുമ്പോൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എക്സാം റിലേറ്റഡ് ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. അവിടെ 1 മാർക്കിന് ട്രിവാൻഡ്രത്ത് 27 കൊടുത്ത് നമ്മൾ പിന്നെ സ്പീക്കിംഗ് എഴുതും, അല്ലെങ്കിൽ ഒരു പരീക്ഷ എഴുതും, അവർ പിന്നെ 1/2 മാർക്കിന് കളയും, 1 മാർക്കിന് അങ്ങനെ 27 വെച്ച് എത്ര രൂപയാണ് കൊടുക്കണമെന്ന് അറിയാമോ? എത്ര നന്നായിട്ട് പെർഫോം ചെയ്താൽ ഇതാണ് ട്രിവാൻഡ്രത്ത് എഴുതുന്ന ഒരു ഇത്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം, ഞാൻ കളമശ്ശേരിയിൽ എഴുതിയപ്പോഴത്തേക്കും ആ എക്സാമിൽ ഞാൻ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നുള്ളത് ഞാൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു കളമശ്ശേരിയിൽ എഴുതിയപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് മുമ്പ് തന്നെ ഒരു പെൺകുട്ടി ഇതുപോലെ മെസ്സേജ് അയച്ചിട്ട്, സാർ 1 മാർക്കിന് ഞാൻ എന്താ ചെയ്ത് അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടി കാരണൊരു ഓഡിയോ ഞങ്ങൾ അവിടെ കേൾപ്പിച്ച് തന്നിട്ടാണ് എക്സാം ഹാളിലേക്ക് കയറ്റുന്നത് തന്നെ. എന്നിട്ട് സാർ പറഞ്ഞു ഞങ്ങളല്ലല്ലോ, അവരല്ലേ ചെയ്യുന്നത്, അവർ ജെനുവിനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും അത്രയും ജർമ്മൻ പഠിക്കുന്നവരുടെ ബുദ്ധിമുട്ടാണ്. ആ ഒരു പെൺകുട്ടി കരഞ്ഞിട്ട് ആ വോയിസ് ഇങ്ങനെ കേൾപ്പിച്ച് തന്നിട്ടാണ് ഞങ്ങൾ എക്സാമിന് വിടുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ എക്സാം പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നവരോടാണ് നിങ്ങൾ ഒരിക്കലും പാനിക്കായിട്ട് ആ സമയത്ത് നിങ്ങൾ ബെസ്റ്റ് കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യണം. കാരണം ഇങ്ങനെ കുറേ തട്ടിപ്പുണ്ട്. നമ്മൾ മാക്സിമം കൊടുത്താലേ നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ തന്നെ പറ്റത്തുള്ളൂ. എത്ര നന്നായിട്ട് പെർഫോം ചെയ്താലും അവരുടെ കയ്യിലാണ് നമ്മുടെ കാര്യം. ഇനി ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ എക്സാമും ബുദ്ധിമുട്ടും കഴിഞ്ഞ് ഞങ്ങളൊരു ഏജൻസിയിൽ കഴിഞ്ഞ വർഷമാണ് ഒരു പകുതിയോടെ കൊണ്ട് ഒരു ഏജൻസീനെ ഞങ്ങൾ എൻക്വയറി ചെയ്തു. അവിടെ ചെന്ന ഏജൻസിനെ ഞാൻ നിങ്ങളെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ, കാരണം എനിക്ക് ഈ വയ്യാവിൻ്റെ പുറകെ പോകാനോ അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല, ഞാനിനി പബ്ലിക്കായിട്ട് പറഞ്ഞു, ഞാൻ അവരെ കുറ്റം പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് എനിക്കിതിൻ്റെ പുറകെ കിടക്കാൻ സമയം. ഏജൻസി എന്ന് പറഞ്ഞ എല്ലാത്തിൻ്റെ പേര് ഞാൻ പറയാത്തത്, ഒന്നാമത്തത് യൂട്യൂബാണ്. പിന്നെ കുറേ പേര് ചിലപ്പോൾ ആ ഏജൻസിനെ കൊണ്ട് നല്ലത് ഗുണം കിട്ടിയിട്ടുള്ളവരുണ്ടാവും. ഇപ്പോൾ 2-3 പേരെ വിടുന്നതുകൊണ്ടാണല്ലോ ബാക്കി എല്ലാവരും കൂടി പോയി അതിൽ ആ ഏജൻസി പെടുന്നത്. അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ട് പറയും നിങ്ങളുടെ ഏജൻസി ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രോബ്ലംസ്. നിങ്ങൾ എനിക്ക് ഇൻസ്റ്റൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അതിൽ DM ചെയ്യുമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഞാൻ നിങ്ങൾക്ക് ഏതാണ് ഏജൻസി എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാൻ കുഴപ്പമില്ല. അങ്ങനെ പറയാൻ എനിക്ക് കുഴപ്പമില്ലല്ലോ, അതെൻ്റെ പേഴ്സണൽ ചാറ്റാണ്, എൻ്റെ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞു എന്നുള്ളൊരു ഇത് വേണ്ട. രണ്ടാമത്തെ കാര്യം, ഇങ്ങനൊരു ഏജൻസിയിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യം പറയാം. ഞാനാണെങ്കിലും കഴിഞ്ഞ വർഷം അപ്പോൾ എനിക്ക് സ്പീക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സ്പീക്കിംഗ് ഞാൻ പറഞ്ഞല്ലോ ട്രിവാൻഡ്രത്ത് 1 മാർക്കിന് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഡിസംബർ 22-നാണ് കളമശ്ശേരിയിൽ പോയി എഴുതുന്നത്. അതിന് മുമ്പായിട്ട് 3 മൊഡ്യൂൾ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് 5000 രൂപ റീഫണ്ടബിൾ അല്ല, നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് അടക്കുന്നത്, ബാക്കി നിങ്ങൾ അടക്കുന്ന 1 ലക്ഷം. അത് 1 ലക്ഷത്തിൽ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങളിതിപ്പോൾ റീഫണ്ട് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഈ ഫണ്ട് ഞങ്ങൾ തരും എന്ന് പറഞ്ഞ എഗ്രിമെൻറ്റിലും ഉണ്ട്. അത് ഞാൻ വേണമെങ്കിൽ സൈഡിൽ കൊടുക്കാം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങളോട് പൈസ വാങ്ങുന്നത്. അതിനുശേഷം നീണ്ട ഇതിൽ ഇവർ സാധാ ഒരു ക്ലാസ് ആയിരുന്നു. എന്താ ക്ലാസ്, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ തരുന്നു, ഒരു 30ഓളം ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് നമ്മളിത് പഠിക്കാൻ പറയും. എല്ലാ ദിവസവും ഒരു ടീച്ചർ വന്നിട്ട് ചോദിക്കും, ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കും. സോന ഇന്നത് പറ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ പറയും. ഇത് തന്നെ ഒരു 3-4 മാസമായിട്ട് ഇതിലൊരു അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല വേറൊരു അപ്ഡേറ്റ് വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഇൻ്റർവ്യൂ വേണം, ഇനി ഇങ്ങനെ വലിച്ചിടാൻ പറ്റില്ല. പിന്നെ ഫിനാൻഷ്യലി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു ചേച്ചി പൊളൈറ്റായിട്ട് പറയുവാണ്,
നിങ്ങൾ പേടിക്കേണ്ട, എല്ലാം ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കോളാം, ഞങ്ങൾ സെപ്റ്റംബറിൽ വിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിട്ടും. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ ഞാൻ പേരിപ്പോൾ പറയണമെന്നുണ്ട്, ഞാൻ പേര് പറയും, ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ ആ ചേച്ചിയോട് എല്ലാ ബുദ്ധിമുട്ടും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ എക്സാമിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുന്ന കാര്യം ചോദിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് ഇൻട്രസ്റ്റ് എൻ്റെ ഫാമിലി എന്താണെന്ന് ഞാൻ ഇങ്ങനെ പറയും. എനിക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ എനിക്ക് മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിന് പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റിയുള്ളൊരിത് അറിയണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇൻ്റർവ്യൂ പെട്ടെന്ന് കിട്ടുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ കൂടുതലും ചോദിക്കുന്നത് എന്തായിരുന്നു പ്രശ്നം, ആരൊക്കെയായിട്ടായിരുന്നു പ്രശ്നം, ഇതായിരുന്നു കൂടുതൽ അവർ ചോദിച്ചിട്ടുള്ളത്. നമ്മളെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഭയങ്കരമായിട്ടും പ്രോബ്ലത്തിൽ നിൽക്കുന്നൊരു ദിവസം ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറയുക, അപ്പോൾ ഞാൻ എടുത്ത് വരെ ചോദിച്ചതാണ് അവരോട്, എനിക്ക് എത്രയും വേഗം ഇൻ്റർവ്യൂ വേണം, അതല്ലെങ്കിൽ എനിക്ക് റീഫണ്ട് എനിക്ക് തിരിച്ച് വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്താണ് റീഫണ്ടിലേക്ക് പോകേണ്ടത്, ഇത്രയും വരെ എത്തിയതല്ലേ, സെപ്റ്റംബറിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സെപ്റ്റംബറിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരു ഇതും നിങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്റർവ്യൂ പാസ്സായിട്ടും ഷൂളയിൽ നിന്ന് കോൺട്രാക്ട് വരുന്നില്ല. അപ്പോൾ പറഞ്ഞു അറിയത്തില്ല, അത് അവരോട് അങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല, അവരൊന്നും പറയുന്നില്ല, ഇങ്ങനെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മീനാക്ഷിയുടെ തന്നെ അതിൻ്റെ ആ സെക്കൻഡ് അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ അത് പാസ്സായതായിരുന്നു. അപ്പോഴാണ് അത് വിസ കൺഫർമേഷൻ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് കൺഫേം ആയില്ല എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഇന്റർവ്യൂ എല്ലാം ലക്ക് വെച്ചിട്ടായിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ എത്ര നന്നായിട്ട് അറ്റൻഡ് ചെയ്താലും നമ്മളെ അവിടെ ഫെയിൽ ആക്കി വെക്കും. അപ്പോൾ എനിക്ക് എൻ്റെ റീഫണ്ട് വേണം എന്ന് തന്നെ പറഞ്ഞു. കാരണം എൻ്റെ പോലെ തന്നെ വേറെ ഏജൻസി തുടങ്ങിയ പിള്ളേരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, എല്ലാവർക്കും സ്പീഡപ്പ് ആയിരുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട്സും മാത്രമേ സ്റ്റക്കായിട്ട് നിൽക്കുക. ഞങ്ങൾ റീഫണ്ട് ആവശ്യപ്പെട്ടപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു ഇനി ഇവിടെ വരെ വന്നിട്ട് റീഫണ്ടിന് പോകണോ എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, എന്നാൽ ലാസ്റ്റായിട്ട് തരാൻ എനിക്ക് സെപ്റ്റംബറിൽ ഇൻ്റർവ്യൂ തരാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അന്ന് എനിക്കൊരു സാറിൻ്റെ സെക്ഷൻ ക്ലാസ് ഇട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ സെക്ഷൻ അറ്റൻഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പെട്ടെന്ന് കിട്ടുമെന്ന്. ദീപ് സാറിൻ്റെ ക്ലാസ് ഇപ്പോൾ ഈടാന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. സാറിൻ്റെ ക്ലാസ്സിൽ കയറിയ ഇൻ്റർവ്യൂസ് സാറ് റെഡിയാക്കി തരുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻ്റർവ്യൂ കിട്ടുന്നു. അപ്പം ഞാൻ പ്രത്യേകം എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനിയും പേയ്മെൻറ്റ് ചെയ്യണമല്ലോ എന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ് വേണ്ട, എനിക്ക് ഓൾറെഡി കുറേ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്, പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല, എനിക്ക് നിങ്ങൾ ഇൻ്റർവ്യൂ തരുമെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് റീഫണ്ട് വേണമെന്ന് ഞാനും ഫ്രണ്ട്സ് ഇതേപോലെ ആവശ്യപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, എന്താണ് എടാ, ഇത് ഞങ്ങൾക്ക് ഡയറക്റ്റ് എംപ്ലോയറിനെ കിട്ടാത്തത് കൊണ്ടാണ്, ഈ സാറ് വഴിയാണെങ്കിൽ എംപ്ലോയറിനെ കിട്ടുന്നത്. സാറിൻ്റെ സെക്ഷനിൽ നിന്ന് കയറിയത് 10 സെക്ഷനിനുള്ളിൽ നിന്നെ എടുത്തിരിക്കും നിങ്ങളെ, എന്താണ് കാരണം ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സാറിനോട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ കണ്ട ഏജൻസി മൊത്തമുള്ള പിള്ളേർ ആ ഒരു ഗൂഗിൾ മീറ്റിലുണ്ട്. ഞാൻ 10 സെക്ഷൻ കയറിയിട്ട് 4 സെക്ഷനിൽ എന്നെ വിളിച്ചത്. അത് വിളിച്ചത് ആദ്യത്തെ 2 സെക്ഷൻ എന്നോട് ചോദിച്ചത് സിസ് ഹോസ്റ്റലാണ്, ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. പിന്നത്തെ 2 സെക്ഷൻ ചോദിച്ചത് എന്താണ് ഹൗസ് ബിൽഡിനെ പറ്റി എന്തറിയാം. ജസ്റ്റ് ഇത് തന്നെ പോകുന്നുണ്ട്, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അങ്ങനെ ഒരുപാട് മാസങ്ങൾ പോയപ്പോഴത്തേക്കും 10 സെക്ഷൻ കഴിഞ്ഞു, അത് 20 സെക്ഷനായി. അങ്ങനെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, 10 സെക്ഷനിൽ കൂടുതലായല്ലോ, ഇനിയിപ്പോൾ ഇത് ഇൻ്റർവ്യൂ തരാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് റീഫണ്ട് വേണമെന്ന്. അതൊക്കെ വെറുതെ പറയുന്നതാ. ഇതിപ്പോൾ എത്രാമത്തെ പ്രീ സ്ക്രീനിങ് എന്നറിയാമോ, ഞങ്ങൾക്കൊക്കെ സ്ഥിരം പരിപാടിയാണ്. ഒരു തട്ടിപ്പ് കാണിച്ചു. ഇവർ ഒരു ദിവസം ഒരു 3:30 ആയപ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുവാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ പറഞ്ഞു, സാറ് പറഞ്ഞു ഇന്ന് കുറച്ച് പേർക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ പിള്ളേരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന എംപ്ലോയർ ഇപ്പോൾ ചായ കുടിക്കാണ്, ഫ്രീ ആണ്. സാറ് പറഞ്ഞു നിങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇൻ്റർവ്യൂക്ക് മുമ്പ് ഒന്ന് സംസാരിച്ച് നോക്ക്, നിങ്ങൾക്കത് നല്ലതായിരിക്കും. അങ്ങനെ ഞങ്ങൾ കയറിയിട്ട് സംസാരിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഞാൻ പിന്നെ കൃപ അതുപോലെ അമാലു എന്ന് പറഞ്ഞ 2 പിള്ളേരാണ്, എനിക്ക് അവരറിയില്ല വ്യക്തിപരമായിട്ട്. ഞങ്ങൾ 3 പേരാണ് അന്ന് കയറ്റിയത്. അപ്പോൾ ഈ സാറുണ്ട്, സാറിൻ്റെ മകളുണ്ട്. എന്താണ് സാറങ്ങനെ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് ചോദിച്ചു ഈ ഹൗസ് ബിൽഡിനെ പറ്റി എന്തറിയാം, പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യാൻ താല്പര്യമാണോ, അത് മാത്രമേ ചോദിച്ചുള്ളൂ. ഹൗസ് ബിൽഡിനെ പറ്റി മറ്റേ സാറാണ് ചോദിച്ചത്. ഈ എംപ്ലോയർ എന്നോട് ചോദിച്ചത് ഞാൻ ഇൻ്റർവ്യൂ ആണെന്ന് പോലും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് എംപ്ലോയർ ഫ്രീ ആണ്, കെയർ അറ്റൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനിങ്ങനെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് ജർമ്മനി പോകണമെന്ന് നമ്മുടെ ആഗ്രഹമാണ്, അപ്പോൾ ഇൻ്റർവ്യൂ എന്താണെന്ന് അറിയാമല്ലോ. ഇതിൽ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിലാണ്, പക്ഷേ എനിക്ക് അറ്റൻഡ് ചെയ്യണം, ഞാൻ കയറിക്കോളാം, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അവിടെ ഞാൻ അപ്പോൾ ഒരു വെയിലത്ത് നിന്നിട്ടാണ് ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ ഇത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ കയറി സംസാരിച്ചിട്ട് ഇത് ചോദിച്ചിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ എന്നെ വെച്ചിട്ട് പറയാം, ഇൻ്റർവ്യൂവിൻ്റെ സാറ് ക്ലാസ് വരുമ്പോൾ പറയും കേട്ടോ, ഫെയിൽഡാണെങ്കിലും പാസ്സാണെങ്കിലും ഇത് വരും. ഞാൻ പറഞ്ഞ ഇൻ്റർവ്യൂ ആണെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ, അപ്പോൾ പറഞ്ഞ് നിങ്ങൾ വെറുതെ കയറ്റിയെന്നല്ലേ പറഞ്ഞത്, അല്ല അതിനെ പറ്റി എന്താണെന്നുള്ളത് അറിയിക്കുള്ളൂ. ജസ്റ്റ് ഇതും പറഞ്ഞിട്ട് നിന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇൻ്റർവ്യൂ ആണ് തന്നത്, അത് ഫെയിൽഡായി, പിന്നെ നിങ്ങൾ റീഫണ്ട് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഇൻ്റർവ്യൂവിൻ്റെ പൈസ ഇതാക്കിയിട്ട് തരത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഒരു ടോക്ക് വന്നു. സംസാരിച്ചിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ തന്നെ 9 മാസവും 8 മാസവും ഒക്കെ ആയിട്ട് ഇവർ പൈസ കൊടുക്കാത്ത കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്നിട്ട് ഇപ്പോഴാണ് അവർക്ക് ചെക്ക് കൊടുക്കുന്നത്, അതും ഈ മന്ത് ലാസ്റ്റിലേക്കോ അങ്ങനെ എങ്ങാണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു 3 ബോയ്സിനെ ഞങ്ങൾ കണ്ടിരുന്നു ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയ ടൈമിൽ. അപ്പോൾ ഇവർ ഫുൾ ഉടായ്പാണ്. ഇങ്ങനെ കുറേ മാസങ്ങളായിട്ടും പൈസ കൊടുക്കാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഫുൾ ഉടായ്പ. അപ്പോൾ ഞങ്ങൾ ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ട് ഇവർ എന്ത് ചെയ്താൽ ഈ മാസം തരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ കേസ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ പിന്നെ നോക്കുമ്പോൾ കേസായി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകേണ്ടി വരും. പിന്നെ ഇവരാണെങ്കിൽ അവരൊക്കെ ആയിട്ട് വല്ല ടൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഏജൻസീസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ചെക്ക് വാങ്ങിച്ചിട്ട് ഇങ്ങ് പോന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാവുക, നിങ്ങൾ പറഞ്ഞതിനുള്ള പ്രൂഫ് ഇല്ലല്ലോ. അതിനെപ്പറ്റി സംസാരിച്ച് വന്നു. എനിക്ക് എന്തോ ഒരു സംശയം തോന്നി തുടങ്ങാൻ തുടങ്ങി. അതിന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ റീഫണ്ടിന് ചോദിച്ചത് ഞാൻ മെയ് 18-നാണ്. മെയിൽ ഐ ഡി ഞങ്ങൾ തരാം, അതിലേക്ക് നിങ്ങളിങ്ങനെ റീഫണ്ട് ആവശ്യപ്പെടുന്നുള്ള മെയിൽ അയക്കണം. അതിന് നിങ്ങൾ ജൂൺ 29 വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എഗ്രിമെൻറ്റിൽ അങ്ങനെ മെയിൽ ഐ ഡിക്ക് വേണ്ടി ഇത്ര ഇത് വെയിറ്റ് ചെയ്യണമെന്നില്ലല്ലോ എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യണം, അത് ഇവിടെ ഇങ്ങനെയാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അപ്പോഴും നമ്മൾ ട്രസ്റ്റ് ചെയ്ത് വേറൊരു പ്രശ്നത്തിന് നമ്മൾ പോകണ്ട എന്ന് വിചാരിച്ച് 29-ാം തീയതി ആയപ്പോൾ ഞാൻ രാവിലെ തന്നെ മെസ്സേജ് അയച്ചു. ഒരു 10 മണിയാകുമ്പോൾ ഓഫീസ് തുടങ്ങുന്നത്, 9 മണിയാകുമ്പോൾ ഞാനും ഫ്രണ്ട്സും മെസ്സേജ് അയച്ചപ്പോഴത്തേക്ക് ഇവർ വന്നിട്ട് ഇവർ ഇപ്പം തരാട്ടോ ആ സാറിനോട് ചോദിക്കും, പ്രണവ് സാറിനോട് ചോദിക്കും. പ്രണവ് സാർ പറയുമ്പോൾ ഐശ്വര്യ മാമിനോട് ചോദിക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുക. ലാസ്റ്റ് ആയിട്ട് എനിക്ക് പ്രാന്ത് കയറി. കാരണം ആ ദിവസം മൊത്തം ഞാൻ ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് കോൾ എടുക്കുന്നില്ല, ഇടയ്ക്ക് ലഞ്ചിന് പോയി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഞാനൊരു ആ സ്ഥലത്തെ ഞാൻ പറയാം, ആ സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ്റെ നമ്പർ തപ്പിയെടുത്ത് ഞാൻ അവിടെ വിളിച്ച് പറഞ്ഞു. സാറ് അപ്പോൾ ടൗണിലെ കിട്ടിയത്. സാറ് വിളിച്ചിട്ട് അവരോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഒരു ഈവനിങ് ഒരു 2 സംതിങ് ആയി 3 ഒക്കെ ആയപ്പോഴത്തേക്കും ഇതിൽ 2 പെൺപിള്ളേരാണ്, കൃഷ്ണനന്ദ ഐശ്വര്യ. ഇവർ വിളിച്ചിട്ട് ഇത്ര നാളും കാണാത്ത സ്വഭാവത്തിലാണ് എടി കൊച്ചേ ഇങ്ങനെയാണ് അങ്ങനെ നമ്മൾ ഷൗട്ട് ചെയ്തിട്ടുണ്ട്. എന്നോട് പറഞ്ഞു നിൻ്റെ ആ 10 രൂപ വാങ്ങിയെടുക്കാൻ പറ്റുമെന്ന് നീ വാങ്ങിയെടുക്കടി, നിൻ്റെ 90 രൂപയെ തരത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം വരെ റീഫണ്ട് നിങ്ങൾ എഗ്രിമെൻറ്റിൽ അത് പറഞ്ഞിട്ടില്ല. അപ്പം എഗ്രിമെൻറ്റ് തിരിച്ചു നോക്ക്, അതിൻ്റെ അകത്ത് പെയ്ഡ് ക്ലാസ്സസ് ആണ്. ഞാൻ പെയ്ഡ് ക്ലാസ്സസിന് അങ്ങനെയാണ്, ഈ കുൽദീപ് ഇതിൻ്റെ ഇത് പെയ്ഡ് ആണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല. സോ അപ്പോൾ അതിനുള്ള തെളിവ് നിങ്ങളെ കാണിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫോൺ കട്ട് ചെയ്തിട്ട് പിന്നെ വേറെ സ്റ്റേഷനിൽ അവിടെ മെയിൻ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞ സമയത്ത് ഇവർ ഞങ്ങൾക്ക് ചെക്ക് അയച്ചു. അത്ര പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് ചെക്ക് അയച്ചു. പക്ഷേ 10 രൂപ പിടിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ പിടിച്ചു, എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് 18 രൂപ പിടിച്ചു, എൻ്റെ മറ്റു ഫ്രണ്ടിൻ്റെ നിന്ന് 9 രൂപ പിടിച്ചു. ഇങ്ങനെ പല ഇതിലാണ് പിടിച്ചത്. ഓരോരുത്തരും റീസൺ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ റീസൺ ഞങ്ങൾ 3 പേരും ഈ സാറിൻ്റെ 3 പേരും ഈ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾ 3 പേരും ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ളത് ഇവർക്ക് അറിയില്ല. എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞ 10 രൂപ പിടിച്ചിട്ടുള്ള റീസൺ എനിക്കറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഈ സാറിൻ്റെ ക്ലാസ്സിൻ്റെ പേരിലാണ് പിടിക്കണേ. അപ്പോൾ ഓൾറെഡി ഇവർ പറഞ്ഞ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എല്ലാം ഇവരെ ലാസ്റ്റ് കേൾപ്പിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പെയ്ഡാണെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങൾ കാണിക്കണം, എന്നോടത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ അവർ ഷൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ പറ്റും ആ ഒരു മൈൻഡിൽ. രണ്ടാമത് എൻ്റെ ഫ്രണ്ടിനോട് ഇതേ ക്ലാസ് അറ്റൻഡ് എൻ്റെ ഫ്രണ്ടിനോട് GST എന്നും പറഞ്ഞാണ് 9 രൂപ പിടിച്ചത്. പക്ഷെ മൊത്തത്തിൽ പറഞ്ഞാൽ അവളിൽ നിന്ന് 10 രൂപ പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ കയ്യിൽ നിന്ന് 5000 രൂപ രജിസ്റ്റർ ഫീസ് വാങ്ങിയപ്പോൾ ഇവളുടെ കയ്യിൽ നിന്ന് 6000 രൂപയാണ്. ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പറയുമ്പോൾ ഒരുമിച്ച് അല്ല, ഞങ്ങൾ ഈ ഏജൻസി വന്ന് തമ്മി ഈ ഗൂഗിൾ മീറ്റൊക്കെ കണ്ട് ഇൻസ്റ്റയിലൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഫോളോ ചെയ്ത് കണ്ടുപിടിച്ച് ഫ്രണ്ട്സ് ആയിരുന്നു അവർക്ക് അറിയില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഒരു കുട്ടീനോട് 1,18,000 രൂപ അടപ്പിച്ചിട്ടുണ്ട്. അതിൽ 18 രൂപ അവർ പിടിച്ചിരുന്നു, റീസൺ പോലും പറയുന്നില്ല. ഇങ്ങനെ മൊത്തം തട്ടിപ്പായി വന്ന ക്ലാസ്സിനെ പരിചയപ്പെടുന്ന അവർ ഈ പറയുന്ന ഇതേപോലെ തട്ടിപ്പ് ചെയ്തിട്ട് ഒരു കേസ് കൊടുത്തു. ഇതിൻ്റെ മെയിൻ ഹെഡ് അഫ്താബ് ഇതിൻ്റെ ഫ്രോഡാണ്. അവനിങ്ങനെ ഈ വാഗ്ദാനം പറഞ്ഞ് ചെയ്യുക ഒരേ പേരിൽ ഇത് പിടിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അവരുടെ വക്കീലൊക്കെ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ വക്കീലിനോട് ഇങ്ങനെ കൂട്ടി നിൽക്കരുതെന്നൊക്കെ പറഞ്ഞ് അതിനോട് ഷൗട്ട് ചെയ്തും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഇവർ ഈ പേയ്മെൻറ്റ് മൊത്തത്തിൽ ഇവർ കൊടുത്താണ്. ആദ്യം 95 ഇവർ കൊടുത്തുള്ളൂ, പിന്നെ 5000 കൊടുക്കാണ്ട് വന്നപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു 5000 പോണെങ്കിൽ പോട്ടെയാണ്. പക്ഷെ എന്നിട്ട് പോലും ഇവരുടെ ആ കേസ് പിൻവലിച്ചില്ല. അപ്പോൾ ഇവർ പറഞ്ഞു 95,000 രൂപ കൊടുത്തപ്പോൾ പറഞ്ഞു ഫുൾ പേയ്മെൻറ്റ് തന്നെന്നും പറഞ്ഞ് നിങ്ങളൊരു ഇത് വിടുവാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല. ആ കുട്ടി പറഞ്ഞു ഇല്ല വിടത്തില്ല, എനിക്ക് ഫുൾ പേയ്മെൻറ്റ് കിട്ടണം. അപ്പോൾ പോകില്ലെന്ന് കണ്ടപ്പോഴത്തേക്കും ഇവർ 5000 രൂപ കൂടി കൊടുത്തു. അതിങ്ങനെ എന്നിട്ടും അങ്കിൾ കേസ് പിൻവലിച്ചില്ല. അപ്പം ഞങ്ങൾ കേസിന് പോകാതെ തന്നെ ഇത് വാങ്ങിയെടുക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾക്കെങ്കിലും വരാണ്ടിരിക്കട്ടെ. കാരണം ആദ്യം ഏജൻസിയൊക്കെ പറഞ്ഞ പോലെ അതുപോലെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് നോക്കുമ്പോൾ മൊത്തം ഒന്ന് നോക്കിയേക്കണം. പിന്നെ എനിക്ക് ഏജൻസീസ് ഏതാണെന്ന് അറിയാം. ഓക്കെ, ഞാൻ ഏജൻസി പറയാം. ഞാൻ പറഞ്ഞല്ല ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയക്കാം. ഇത്രയും വൃത്തികെട്ട പരിപാടി കാണിക്കുന്ന ഈ വീഡിയോ ഏജൻസിയിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ പൈസ കൊണ്ട് നിങ്ങൾ ഒന്നും തന്നെ നേടാൻ വേണ്ടി പോകുന്നില്ല. പാവത്തുങ്ങളൊക്കെ കരയിപ്പിച്ചും കണ്ണിൽ കുടിച്ച് അവർ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് വാങ്ങി ഈ അടക്കുന്ന പൈസ ഒന്നും നിങ്ങളിങ്ങനെ പറ്റിച്ചും വെട്ടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്കൊരു കുന്തും കൂടെ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ മെയിനായിട്ട് പറഞ്ഞ കാര്യം നിങ്ങളിലിപ്പോൾ ഒരുപാട് പേര് ഇത് കാണുമ്പോൾ ഓർക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടാണ്ട് പോയ പൈസ പറ്റിക്കപ്പെട്ട ജർമ്മൻ പഠിക്കുന്നവരോടാണ്
അന്വേഷിച്ചിട്ട് കൊടുക്കുക. ഏജൻ്റ് ആയിക്കോട്ടെ ഏജൻസി ആയിക്കോട്ടെ അന്വേഷിച്ചിട്ട് കൊടുക്കുക. പോലും പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ അതിനുവേണ്ടി ഓടായി, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടിയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അതിന് 10 രൂപ പിടിക്കും. ഈ എല്ലാവരും ബിസിനസ്സാണ്. ഈ ജർമ്മൻ പഠിക്കാൻ കയറുമ്പോൾ തന്നെ ചിന്തിക്കുക, എക്സാം, പഠിക്കുന്ന സ്ഥലം, അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മളവിടെ എത്തുന്നവരെ നന്നായിട്ടുള്ള സ്ട്രഗിൾ ഉണ്ടാവും ഒരുപാട്. അതിൻ്റെ ഇടയ്ക്ക് നാട്ടുകാർ പോയില്ലേ, എന്താ പോകാത്ത, ആ കുട്ടി പോയല്ലോ, ഈ കുട്ടി പോയല്ലോ. അപ്പോൾ എനിക്ക് പൊതുവെ ഔപ്പയറും FSTക്കും പോകാൻ താല്പര്യമില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഈ വീഡിയോയിൽ പറയുവാണ്, എൻ്റെ ഫ്രണ്ട്സ് ഔപ്പയറിന് പോയവരും FSTക്ക് പോയവരും ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. സോ അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നാട്ടുകാർ പറയുന്നത് കേട്ട് എടുത്തോ പിടിച്ചോ എന്നും പറഞ്ഞ് ആരും ഈ കയറി അങ്ങോട്ട് പോയേക്കരുത്. 1-2 മൊഡ്യൂൾ വെച്ച് അങ്ങനെയൊക്കെ ഒന്നും നിങ്ങൾ ചാടിക്കയറി പോയത് വ്യക്തമായിട്ട് അന്വേഷിച്ച് എല്ലാത്തിനെ പറ്റി റിസർച്ച് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ChatGPT കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ജസ്റ്റ് അതിനെപ്പറ്റി ഒരു റിസർച്ചൊക്കെ ചെയ്ത് എല്ലാം വ്യക്തമായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിലേക്ക് എടുത്ത് ചാടി. ഭയങ്കര ലെങ്ത്തായി പോകുന്നു തോന്നുന്നു. ബാക്കിയുള്ള നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഇതായിട്ട് പറഞ്ഞുള്ളൂ, ഒരുപാട് കാര്യത്തിൽ ഇൻക്ലൂഡ് ആയി പറ്റില്ല. ഇനി നേരെ ഞാൻ ഇനി വോയിസസ് എല്ലാം നിങ്ങളെ കേൾപ്പിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചൂസ്. ഇതിലെന്താണ് അവർ പറഞ്ഞേ 40 days എന്നല്ലാതെ വേറെ എംപ്ലോയർ സൈഡിൽ നിന്ന് മെയിൽ പോകണമെന്നോ അത് കഴിഞ്ഞ് ഫയൽ റിമൂവൽ വയ്ക്കണമെന്നൊന്നും എൻ്റെ അടുത്ത് അവർ പറഞ്ഞില്ലായിരുന്നു. കഴിഞ്ഞ December 17 കൊടുത്തതാണ് പൈസ. പിന്നെ ഞങ്ങൾക്ക് 3 മൊഡ്യൂൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ March April വിടാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ കയറിയത്. പിന്നെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും തരാത്തതുകൊണ്ട് നമ്മൾ ഒഴിവായിരുന്നു. അപ്പോൾ May 4 ഞാൻ ഒഴിവായത്. അതിന് മുന്നേ ഒഴിവായ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ഒരു 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. 3 ഫ്രണ്ട്സ് അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ കോഴിക്കോട് ഏജൻസിയിൽ പോയി അവിടെ കുറേ ബഹളമൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് അവർ ചെക്ക് തന്നു. എനിക്ക് കിട്ടിയത് August 28 ഡേറ്റ് ഇട്ടേക്കുന്നത് ചെക്കിൽ. അന്ന് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കുൽദീപ് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. കാരണം സാറിൻ്റെ ഫുൾ മൊഡ്യൂളുള്ളവർക്കല്ലേ സാറിൻ്റെ ക്ലാസ് കിട്ടാം. എനിക്ക് ഫുൾ മൊഡ്യൂൾ ഇല്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ ചെക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അടുത്ത മാസം 28 അത് ഇനിയും ദിവസം കിടക്കുന്നുണ്ട്. അതിന് മുന്നേ കിട്ടണമായിരുന്നു. പക്ഷെ അവർ എന്ത് ചെയ്താൽ തരുന്നില്ല. അപ്പം പിന്നെ ചെക്ക് അവർ തന്നു. അങ്ങനെ ചെക്ക് കിട്ടിയായിരുന്നു. ഇവിടെ വന്നായിരുന്നോ? എവിടെയാണ് വീട്? എൻക്വയറി ചെയ്തായിരുന്നു ഇതുപോലെ ഈ പ്രോസസ്സിങ്ങിന്റെ ചോദിക്കാൻ. അന്ന് അവർ എന്നോട് പറഞ്ഞത് 25,000 പേയ്മെന്റ് ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ ഇവർ ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ ക്ലാസ് തരും. ഈ 10 സെഷൻ ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഇന്റർവ്യൂവിന്റെ പ്രിപ്പറേഷൻ ക്ലാസ് തരും. ഈ സാർ ആയിരിക്കും, ഞങ്ങൾക്ക് ഒരു സാറുണ്ട്, ആ സാർ ത്രൂ ആണ് ഈ എംപ്ലോയേഴ്സിനെ കിട്ടുന്നത്. എന്നിട്ട് സ്ക്രീനിങ് ചെയ്തിട്ട് ഇന്റർവ്യൂവിന് കയറ്റും. ആ ഇന്റർവ്യൂവിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഇന്റർവ്യൂ തന്നോണ്ടിരിക്കും. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഇൻടേക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ സാറ് തന്നെ എന്തോ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ട് കയറ്റി വിടുമെന്നോ, അങ്ങനെ സാറ് എംപ്ലോയറെ കൊണ്ടുവന്നിട്ട് നമ്മുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കി ഓക്കെ ആണെങ്കിൽ അങ്ങനെ കയറ്റി വിടുമെന്നോ എന്താ പറഞ്ഞത്.